മൂശാകാലം 3-ാം വ്യാഴം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആരാണ് വലിയവൻ? വലിയവനാകാനായി എല്ലാം വെട്ടിപ്പിടിക്കാൻ വെമ്പുന്ന ലോകം. എത്ര സമ്പാദിച്ചാലും വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ മോഹിക്കുന്ന ലോകം. ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്ത ലോകം. ഇതൊക്കെയാണ് തികഞ്ഞ ഒരു ഭൗതികന്റെ ലക്ഷണം. എന്നാൽ മനസ്സിന്റെ വലുപ്പത്തെയാണ് സ്വർഗം കണക്കിലെടുക്കുന്നത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ കൊച്ചു കുഞ്ഞായി മാറണമത്രേ. കുഞ്ഞുങ്ങൾക്ക് ശക്തിയിലല്ല, ബുദ്ധിയില്ല, വൈഭവമില്ല, പിടിവാശിയില്ല, ആശ്രയത്വം മാത്രം. മാതാപിതാക്കളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ നല്ല പിതാവായ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ കണ്ണിൽ ഏറ്റവും വലിയവൻ. ഓട്ടക്കാശിനെ അവൻ വിലമതിക്കാത്ത സമ്പത്താക്കും. സ്വന്തം ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നവന് 7 ഇരട്ടി പ്രതിഫലം നൽകും. ബഹളമില്ലാതെ എളിമയിൽ നടക്കുന്ന ചുങ്കക്കാര പ്രാർത്ഥന അവൻ കൈക്കൊള്ളും. ഉള്ളത് വർദ്ധിപ്പിക്കുന്നവന് വീണ്ടും വീണ്ടും താലന്ത് നൽകും. പരമദരിദ്രനെ അവൻ സമ്പന്നനും സന്തോഷിക്കുന്നവനുമാക്കും. പിൻപന്മാരെ മുൻപന്മാരും ഹൃദയത്തിൽ അനുതപിക്കുന്നവന് പറുദീസ വാഗ്ദാനം ചെയ്യും. അങ്ങനെ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ പുതിയ നിയമം കീഴ്മേൽ മറിച്ചു.